കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ അനധികൃതമായി നീക്കം ചെയ്യാൻ ശ്രമിച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ബംഗ്ലാദേശ്, അതുപോലെ തന്നെ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്നതുപോലുള്ള കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ BJP പോലുള്ള പാർട്ടികൾ ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഏതാണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പലരും വിമർശിക്കുന്നുണ്ട്. അതേസമയത്ത് രാഹുൽ ഗാന്ധിയുടെ നടപടികളെ ന്യായീകരിക്കുന്നവരുമുണ്ട്. നേരത്തെ ഇലക്ഷൻ കമ്മീഷനായിരുന്ന ഗോപാലസ്വാമിയെ പോലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ആദ്യം പരാതി കൊടുത്തത്, ഡോക്യുമെന്റ്സ് ഒക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആർക്കും വോട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, കുറച്ചു പേരുടെ മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ, അത് വ്യക്തമായ കാരണത്താൽ അവരെ ബോധ്യപ്പെടുത്തിയ ശേഷം മാറ്റിയതാണ്, അത് 24 പേര് മാത്രമാണ്, ബാക്കിയുള്ള ആളുകൾ ഇതൊന്നും ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ശ്രമം നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കേണ്ടത് പോലീസാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഇത്ര വലിയ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും താമസവും മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 7% വരെ കുറ്റങ്ങൾ ഉണ്ടാകും. ഇതിനു മുമ്പും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വർഷങ്ങളിൽ നടന്നില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഈ രീതിയിലുള്ള റിവിഷൻസ് അത് നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് കാര്യമായ തെറ്റുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ വന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് യുവാക്കൾ, അതുപോലെ തന്നെ ജെൻസി, എല്ലാ പുതിയ തലമുറയും ഇത് ഏറ്റെടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നേപ്പാൾ, ബംഗ്ലാദേശ് എന്നൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവർ പറയുന്നത് നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ എന്തായിരുന്നു യുവാക്കളുടെ ആവശ്യം? നേപ്പാളിലെ യുവാക്കൾക്ക് രണ്ട് ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, കുടുംബാധിപത്യം ഇല്ലാതാക്കുക, അഴിമതി ഇല്ലാതാക്കുക. പക്ഷെ ഇവിടെ കുടുംബാധിപത്യത്തിന്റെ വക്താക്കൾ ആരാണ്? അത് നെഹ്റു കുടുംബമാണ്. നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. ദീർഘകാലം അദ്ദേഹം ഇന്ത്യ രാജ്യം ഭരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ മകളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി, വീണ്ടും ഇന്ദിര പിന്നീട് പ്രധാനമന്ത്രിയായി. ഇന്ദിരയ്ക്ക് ശേഷം രാജീവ് പ്രധാനമന്ത്രിയായി. അങ്ങനെ കുടുംബ പാരമ്പര്യം. രാഹുൽ ഗാന്ധി ആരാണ്? സത്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു കുടുംബത്തിന്റെ പ്രതിനിധി മാത്രമാണ്. അപ്പൊ ഇവിടെ കുടുംബ പാരമ്പര്യത്തെയാണ്, അല്ലെങ്കിൽ കുടുംബ ഭരണത്തെയാണ്, കുടുംബാധിപത്യത്തെയാണ് ജെൻസി എതിർക്കുന്നതെങ്കിൽ കുടുംബാധിപത്യത്തിന്റെ വക്താവാണ് രാഹുൽ ഗാന്ധി. അതേപോലെ ജെൻസി എതിർക്കുന്നത്, നേപ്പാളിലെ ജെൻസി എതിർത്തത് ആരെയാണ്? അഴിമതിയാണ് എതിർത്തത്. കാരണം നേതാക്കന്മാരുടെ മക്കളൊക്കെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് അവരൊക്കെ സുഖലോലുപതയിൽ കഴിയുന്നു, സാധാരണക്കാർക്ക് ജോലിയില്ല, തൊഴിലില്ല, അവർക്ക് പുരോഗതിയില്ല എന്നുള്ളതായിരുന്നു അവരെ അലട്ടിയിരുന്നൊരു വിഷയം. അത് തികച്ചും ശരിയുമായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും അധികം അഴിമതി നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അഴിമതി നടന്നിട്ടുള്ളത് കോൺഗ്രസ് ഭരണകാലത്താണ്. പ്രത്യേകിച്ച് 2004 മുതൽ 2014 വരെ നടന്ന മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത്. അതിനു മുമ്പും അഴിമതി നടന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ബൊഫേഴ്സ് സ്കാം നടന്നത്. 2004 മുതൽ 2014 വരെയാണ് 2G സ്കാം നടന്നത്. അതുപോലെ തന്നെ കൽക്കരി ഖനി സ്കാം നടന്നു. ഇതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ഖനികളായിരുന്നു. ചോപ്പർ സ്കാം നടന്നു, ടെലികോം സ്കാം നടന്നു. അങ്ങനെ സ്കാമുകളുടെ കോടാനുകോടി, ലക്ഷം കോടികളുടെ അഴിമതികളാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടന്നത്. അതിൽ പലരും അഴിമതി കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലൊക്കെ കഴിഞ്ഞു. DMKയുടെ മന്ത്രിമാരൊക്കെ, കോൺഗ്രസ് സഖ്യത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ. അങ്ങനെ അഴിമതിയുടെ ഈ ലോക ചരിത്രത്തിൽ ഇത്ര വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയില്ല. 2004 മുതൽ 2014 വരെയായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണ് കാലിത്തീറ്റ കുംഭകോണം. അതുപോലെ തന്നെ ബോംബെയിൽ തന്നെ നമുക്ക് ഒരുപാട് അഴിമതി കാണാൻ പറ്റും. അങ്ങനെ അഴിമതിയുടെ ഒരു തീർത്ഥയാത്രയായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടന്നത്. അപ്പം ഈ കോൺഗ്രസിന് എങ്ങനെയാണ് ജെൻസിയെ പ്രതിനിധീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശിലെ ജെൻസി എന്തായിരുന്നു? അവരൊരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. നേപ്പാളിൽ
നേരെ തിരിച്ച് അവിടെ പണ്ടുണ്ടായിരുന്ന ഭരണം കൊണ്ടുവരാനാണ്. അതായത് വിപ്ലവകാരികളുടെ ഒക്കെ ഭരണം മാറ്റിയിട്ട് അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന രാജഭരണത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു ഹിന്ദു ഭരണത്തിലേക്കാണ് അവിടെ നയിക്കപ്പെടുന്നത്. ബംഗ്ലാദേശിൽ അവർ ഏതൊരു ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായിട്ടാണോ പോരാടിയത്, ജമാഅത്തെ ഇസ്ലാമിക്കും പാകിസ്ഥാനും എതിരായിട്ടാണോ പോരാടിയെങ്കിൽ പിന്നീട് അവർ ഇപ്പോൾ അവിടെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. നേരെ മറിച്ച് ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യയിൽ ഇതേ തരത്തിലുള്ള പോരാട്ടങ്ങൾ കോൺഗ്രസ് ഭരണകാലത്ത് നടന്നാണ്. അന്ന് അണ്ണ ഹസാരെയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയത്. ആ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ തുടർന്നാണ് കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ വികസന രാഹിത്യമാണെങ്കിൽ ഇന്ത്യയിലെ അങ്ങേയറ്റം വികസന മേഖലയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം കൂടുതൽ കൂടുതൽ വികസിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്ന ഗൂഢാലോചന ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു ജൻസി കലാപത്തിന്റെ ഒരു ആഹ്വാനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിന് ഉപോത്ഫലമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ ആഹ്വാനം വന്നതിന് ശേഷമാണ് ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് പ്രസിഡന്റ് പദവി ഉണ്ടായിരുന്നു. ഇത്തവണ അത് അവർക്ക് നഷ്ടപ്പെട്ടു. അവിടെ ABVP ആണ് BJP അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ RSSനെ അനുകൂലിക്കുന്ന ABVP ആണ് അവിടെ ഇലക്ഷൻ ജയിച്ചിരിക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി എന്തൊരു പരിപ്രേക്ഷ്യമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിന് വിരുദ്ധമായ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു വിമർശകൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് എങ്ങനെയാണ്? ചന്ദ്രയാൻ അതിന്റെ രണ്ടാമത്തെ ദൗത്യത്തിലാണ് അത് വിജയിച്ചത്. ആദ്യത്തെ ദൗത്യം പരാജയപ്പെടുകയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി 20-25 തവണയെങ്കിലും ശ്രമിച്ചു. പക്ഷേ എല്ലാ ദൗത്യവും പരാജയപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടൊരു ശ്രമം, അത് ഒരു ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയത്ത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് ഭരണത്തിന് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ച പല കമ്മീഷണർമാരുമുണ്ട്, ഇലക്ഷൻ കമ്മീഷണർമാർ. TN ശേഷൻ അദ്ദേഹമാണ് 1991 രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഇലക്ഷൻ മാറ്റുന്നതിന് പകരം ഏതാണ്ട് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം എല്ലാ ഇലക്ഷനും 3 ആഴ്ചത്തേക്കൊക്കെ മാറ്റിവെപ്പിച്ചു. അതിനുശേഷം കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ മൃതദേഹവും ചിതാഭസ്മവും ഒക്കെ ആയിട്ട് യാത്ര നടത്തി അങ്ങനെ ഒരു അനുകൂലമായ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സമയം ഉണ്ടാക്കി കൊടുക്കുക. അന്ന് 7 മുഖ്യമന്ത്രിമാർ ഇലക്ഷൻ മാറ്റിവെക്കാൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടെങ്കിലും ആ ഇലക്ഷൻ കമ്മീഷൻ അത് തയ്യാറായില്ല. എന്നിട്ട് ഇതേ ഇലക്ഷൻ കമ്മീഷൻ TN ശേഷൻ, അദ്ദേഹം നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് BJP നേതാവ് LK അഡ്വാനിക്കെതിരെ ലോക്സഭയിൽ മത്സരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഗില്ലും, ഇലക്ഷൻ കമ്മീഷനായിരുന്നു ഗില്ലും മത്സരിച്ചത്. അപ്പം ഒരു ഭാഗത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷണർമാരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ കോൺഗ്രസിന് അനുകൂലമായ നിലപാടെടുത്തു, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർമാർ അവരുടെ കാലാവധിക്ക് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചു, ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഇല്ലാത്തൊരു കാര്യം, കാരണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യത്തെ ഒരു വിവാദമാക്കി മാറ്റാൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത്, ഇലക്ഷൻ കമ്മീഷൻ തന്നെ കർണാടക പോലീസിനെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച ചെയ്ത വിഷയത്തെ 2 വർഷം കഴിഞ്ഞ് ഒരു വിവാദ വിഷയമാക്കി മാറ്റാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നാണ് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ജൻസി പരാമർശം, കലാപം ഉണ്ടാക്കാനുള്ള, അതായത് ബംഗ്ലാദേശിലും നേപ്പാളിലൊക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ നടന്നിരുന്ന ഒരു കലാപം ഇന്ത്യയിലും ഉണ്ടാക്കിക്കൊണ്ടുവരാനുള്ളൊരു വൃഥാശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ ആരോപിക്കുന്നത്.